ഹലോ ഡിയേഴ്സ്, മർഹബൻ ബിക്കും ജമിയാൻ. UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരും എല്ലാ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇനിയും കൂടുതൽ നോട്ട്സുകൾ തന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഡ്ഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. UGC നെറ്റിൽ അറബിക്കിൽ PYQ അനാലിസിസ്. എന്താ PYQ എന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു പ്രയാസമാണ് ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നോട്ട്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നമ്മളെ മെമ്മറിക്ക് അറിയില്ല. നമ്മളെ മെമ്മറി കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് പഠിച്ചിട്ടുള്ളത്. അതിന് നേരെ തിരിച്ച് പെട്ടെന്ന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ മെമ്മറി സ്റ്റക്കായി പോവുകയാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരുവിധം ആളുകൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു പേടി തോന്നാനുള്ള കാരണം. അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യനുമായിട്ട് പരിചയിക്കുക, കൂടുതൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ നമ്മൾ തന്നെ സ്വയം ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഏതൊരു കാര്യം നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിക്കുന്നതും അതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മെമ്മറിയിൽ ഫീഡ് ചെയ്യുന്നതും മെമ്മറി ഓർത്ത് വെക്കുന്നത് രണ്ട് വിധത്തിലാണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ പെട്ടെന്ന് മറന്നു പോകും, എന്നാൽ അതേസമയം ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ അതവിടെ കൂടുതൽ കാലം ഓർത്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മെമ്മറിക്കുണ്ട്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഇംറുൽ ഖൈസിനെ കുറിച്ചിട്ട് UGC നെറ്റ് എക്സാം നിങ്ങൾക്കറിയാം 2004 ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമുതൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2022 ജൂൺ വരേക്കും ചോദിച്ചിട്ട് ഇംറുൽ ഖൈസിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ പഠിച്ച് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നും എങ്ങനെയാണ് UGC നെറ്റ് ഈ ഒരു ക്വസ്റ്റ്യനുകൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 2018 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ, നമ്മളിങ്ങനെ ഇനി ഓരോ ക്വസ്റ്റ്യനിലൂടെ മൂവ് ചെയ്യുമ്പോൾ UGC നെറ്റ് NTA വന്നതിന് ശേഷം അവിടുത്തെ അധിക ക്വസ്റ്റ്യനും ഇത്തരത്തിലൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനായി മാറിയിട്ടുണ്ട്. കൂടുതൽ ഒരു വലിയ നമ്മളുടെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്ക് എത്രത്തോളം അതിൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയി മാറിയിട്ടുണ്ട്. അതേസമയം നമ്മൾ മുമ്പുള്ള വർഷങ്ങൾക്ക് 2009, 2012 ഒക്കെ പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കാണപ്പെടുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഓരോ ദിവസവും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സാമിൻ്റെ ഷെഡ്യൂള്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സിമ്പിളാണ്, നോക്കാം. ഖറജ ഷാബ് മിൻ കൻഫി അബീഹി, അതായത് ഒരു യുവാവ് തൻ്റെ പിതാവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ഫൽതഫ ഹൗലഹു, അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കൂടാണ് ജംറത്തും മിന ഷുദാദ് എന്ന് പറഞ്ഞാൽ തെമ്മാടികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടാണ്. റഹു യതനഖലൂന മഅഹു മിൻ മാഇൻ ഇലാ മാഇൻ, അവരെന്താണ് ഒരു വെള്ളത്തിൽ നിന്ന്, അതായത് ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, ഒരു വെള്ളത്തിൽ നിന്ന് മറ്റൊരു സ്രോതസ്സിലേക്ക് അവരിങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹുവ, അത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇംറുൽ ഖൈസ്, അൽ മുതലമ്മിസ്, ഉബൈദ് ഇബ്നു അൽ അബ്റസ്, തഅബ്ബത് ഷറ, ഇതാരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കറിയാം ഇംറുൽ ഖൈസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഇംറുൽ ഖൈസ് ആണെന്ന് അറിയാം. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാത്രമാണ് ചോദിക്കുന്നത്. പിതാവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തായിട്ട് തെമ്മാടികളുടെ കൂടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നിട്ടുള്ള ആളാരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാവും. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചത്. അതായത് ഇവരെ കുറിച്ചിട്ട് അവരുടെ സാഹിത്യ ജീവിതം എങ്ങനെയായിരുന്നു, സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു, അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു,
ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അതിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇമ്രുൽ ഖൈസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ എന്താണ് ത്വറദഹു അബുഹു, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനെ ആട്ടി ഓടിക്കുകയും പിന്നീട് എന്താണ് അദ്ദേഹം ശരിക്കാരാ ഇമ്രുൽ ഖൈസ് ഒരു രാജാവിന്റെ മകനാ, രാജാവ് ആവേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില കവിതാ രചനയും ചില മോശമായ സ്വഭാവങ്ങളൊക്കെ കൊണ്ട് പിതാവ് ആട്ടി ഓടിക്കുകയും പിന്നീട് അദ്ദേഹം ഇത്തരത്തിലുള്ള ശുദ്ധാതായിട്ടുള്ള തമ്മാടികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ കൂടെ അദ്ദേഹം മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചരിത്രം പറയുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പ്രയോഗം വെച്ചിട്ടുണ്ട്, മിൻ മാ ഇൻ ഇലാമാ, ഒരു വെള്ളത്തിൽ നിന്ന് മറ്റൊരു വെള്ളത്തിലേക്ക്. അതെന്താ അവിടെ ഉദ്ദേശിച്ചത്? അതായത് മരുഭൂമിയിൽ നമുക്കറിയാം മരുഭൂമിയിൽ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും, ചില മരുപ്പച്ച പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അവിടെയായിരിക്കും ഈ കന്നുകാലികളും ആളുകളൊക്കെ തടിച്ചുകൂടാ. എന്നിട്ട് അവരുടെ പണ്ടത്തെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറി അവിടുത്തെ വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് അവർ വേറൊരു വെള്ളം തേടിയിട്ട് പോകും. അങ്ങനെ അതിന് ചുറ്റും കഴിഞ്ഞുകൂടുന്ന ഒരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മിൻ മാ ഇൻ ഇലാ മാ. ചില സമയത്ത് ചില അദബിന്റെ പുസ്തകത്തില് ഇങ്ങനെ കാണാൻ പറ്റും, മിനൽ വാഹ ഇലൽ വാഹ. എന്താ ഈ വാഹത്ത് എന്ന് പറഞ്ഞാല് ഈ മരീചിക വെള്ളം, മരുഭൂമിയിൽ വെള്ളം കിട്ടുന്ന ഒരു ഇതാണ് മരീചിക. അപ്പൊ മിനൽ വാഹ ഇലൽ വാഹ, മരീചിക ഓർ മരുപ്പച്ച ഏതോ ഒന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഷ ഇമ്രുൽ ഖൈസ് നജ്ദിയൻ വ ഇൻകാന യമനിയൻ, യമനിയൻ വ ഇൻകാന നജ്ദിയൻ, യമനിയൻ വ ഇൻകാന ലഫാരിയൻ, ലഫ്രിയൻ വ ഇൻകാന യമനിയൻ. അപ്പോൾ ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ നോക്കിയിട്ടിടുന്നത്. 2018 ജൂലൈയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേതാണ് ഇമ്രുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം നജ്ദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്, നജ്ദിലാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹം വളർന്ന് ഇങ്ങനെ യുവാവായ സമയത്ത് അദ്ദേഹത്തിന്റെ മോശമായ സ്വഭാവം കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനെ ആട്ടി ഓടിക്കുകയും അങ്ങനെ അദ്ദേഹം എവിടേക്ക് പോവാണ്? യമനിലേക്ക് അദ്ദേഹം പോവാണ്. യമൻ ഇമ്രുൽ ഖൈസിന്റെ അസുല് വരുന്നത് യമനാണ്. അപ്പൊ തന്നെ യമനിലേക്ക് അദ്ദേഹം തിരിച്ചു പോവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അവിടെയാണ് അദ്ദേഹം കുറെ കാലം ഇത്തരത്തിലുള്ള ശുദ്ധാതുകളൊക്കെ കൂടെ ജീവിച്ചിട്ട് പിന്നെ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവാർത്ത എത്തിയ സമയത്ത് അദ്ദേഹം പ്രതികാരം ചെയ്യാൻ വേണ്ടി വീണ്ടും തിരിച്ച് നജ്ദിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നഷ ഇമ്രുൽ ഖൈസ്, ഇമ്രുൽ ഖൈസ് വളർന്നിട്ടുള്ളത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ് വളർന്നിട്ടുള്ളത്? നജ്ദിലാണ് വളർന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നജ്ദിയൻ വ ഇൻകാന യമനിയൻ, അദ്ദേഹം യമനുകാരനാണ്, അസ്ലി യമനുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം വളർന്നിട്ടുള്ളത് പിതാവിന്റെ ഒക്കെ കൂടെ നജ്ദിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. തീരെ ആൻസർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ഇത് മനസ്സിലാവണില്ല. പക്ഷെ ആ സമയത്ത് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനെ നോക്കാം. അവിടെ നമുക്കറിയാം ഇമ്രുൽ ഖൈസ് ഒരു അത്യാവശ്യം ചെറിയൊരു വായന വായിച്ചിട്ടുള്ള ആൾക്കറിയാം അദ്ദേഹത്തിന് നജ്ദുമായിട്ടും ബന്ധമുണ്ട്, യമനുമായിട്ടും ബന്ധമുണ്ട്. കാരണം നജ്ദിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. പിന്നീട് പിതാവ് ആട്ടി ഓടി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അസ്ലായിട്ടുള്ള യമനിലേക്ക് പോവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്ഥലമാണ് കാര്യമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അവിടെ നിങ്ങളാരും ലഫരിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഓപ്ഷൻ എയും ബിയും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അതിൽ മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഓരോ മെത്തേഡ്സ് ആണത്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം. ഓക്കെ, ദെൻ ഒരു 2018 ജൂലൈയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലഹു ഐത്വല ലബിയൻ വസാഖ നുആമ വ ഇർഖാ സിർഹാൻ വ തഖരീബ് തത്ഫുലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, സിർഹാൻ ഫി ഹാദ ഷഅർ,
ഈ കവിതയിൽ കൊടുത്തിട്ടുള്ള ഈ സിർഹാൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കവിയുടെ കവിതയിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ ഒരു അർത്ഥത്തിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്ന് വെച്ചാൽ ഏതൊരു എക്സാം ആയാലും നമുക്കറിയാം ആ ഒരു എക്സാമിൽ വെരി ഈസി ഉണ്ടാവും, ഈസി, മീഡിയം, ഡിഫിക്കൾട്ട്, ഹൈലി ഡിഫിക്കൾട്ട്, ഈ ഒരു എല്ലാ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിർബന്ധമായിട്ടും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് UGC നെറ്റിൽ നമുക്ക് തീരെ കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിപ്പോൾ അവരുടെ മുഴുവൻ ഖസീദ എടുത്തിട്ട് പഠിക്കുക എന്നുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, വന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെന്നെങ്കിലും, അതായത് മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ട് നമ്മളത് വിട്ട് കളഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ക്വസ്റ്റ്യനൊക്കെ മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില ഷെയറുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ അറ്റ്ലീസ്റ്റ് ഇതെന്നെങ്കിലും പഠിക്കാതെ വിട്ടുപോരുത്. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, ഇത് ലഹു ഐത്വല ലൊബിയുൻ വസാഖ നുആമ, ഇത് ഈ ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിൽ പെടുന്ന ഒരു ഭാഗമാണ്. അത് ഇമ്രുൽ ഖൈസ് അദ്ദേഹത്തിന്റെ ഹിസ്വാന്, കുതിരയെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള വരികളാണ്. അദ്ദേഹം പറയാണ് ലഹു ഐത്വല ലൊബിയുൻ, അതായത് ഒരു കുതിരയെ ഭയങ്കരമായിട്ട് പറയാണ്, തൻ്റെ മാനിന്റെ ഒരു പാർശ്വഭാഗം പോലെയാണ് അതിന്റെ ഭാഗം. വസാഖ നുആമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടകപക്ഷി, ഓസ്ട്രിച്ച്, അതിന്റെ കണങ്കാല് പോലെ വളരെ ചെറുതാണ്, പക്ഷെ വളരെ നീളമുള്ള, നല്ല തടിച്ചിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് വസ്ഫാണ്. സിർഹാൻ, അതുപോലെ തന്നെ ചെന്നായെ പോലെയുള്ള ഓട്ടമാണ്. അതായത് ഭയങ്കര സ്പീഡിൽ ഓടല്ല, ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള ഓട്ടാണ്. തഖരീബ് തത്ഫുലി, തത്ഫുലി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. തത്ഫുലി എന്ന് പറഞ്ഞാൽ കുറുക്കന്റെ കുട്ടിക്കാണ് തത്ഫുലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കുറുക്കന്റെ കുട്ടി ഓടുന്നത് പോലെ കുറുക്കന്റെ ഈ തഖരീബ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളും നമ്മളിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഈ കുറുക്കനൊക്കെ ഓടുമല്ലോ, രണ്ട് കൈകളും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ഓടുന്നതിനാണ് തഖരീബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന്റെ ഹിസ്വാനെ ഇദ്ദേഹം വർണ്ണിച്ചിട്ടുള്ളതാണ്. അപ്പൊ സിർഹാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിർഹാൻ യാനി അദ്ദിബ്, ചെന്നായക്കാണ് സിർആൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബൈത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 4 തശ്ബീഹുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, തൻ്റെ ഹിസ്വാനെ, തൻ്റെ കുതിരയെ ഇദ്ദേഹം ലൊബീന്റെ ഇതിനോടും നുആമത്ത് ഓസ്ട്രിച്ചിനോടും ദിബ്നോടും പിന്നെ അതുപോലെ തന്നെ വലത് സാലബ് കുറുക്കന്റെ കുട്ടിയോടും ഇദ്ദേഹം തശ്ബീഹ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോന്നിനോട് സാദൃശ്യപ്പെടുത്തി അതിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഈ തശ്ബീഹിൽ എന്ത് കാണാൻ പറ്റൂല, നമുക്ക് അദാത്തു തശ്ബീഹോ വജ്ഹു ശബഹോ നമുക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാല് കൂടുതൽ ഇവിടെ മുഷബ്ബഹ് ബിഹീന മാത്രമാണ് എടുത്തു പറഞ്ഞത്. എന്തിനെ കൊണ്ടാണ് സാദൃശ്യപ്പെടുത്തിയത് അതിനെ മാത്രം എടുത്തു പറഞ്ഞു. അത് അറബികളുടെ അടുത്ത് ഏറ്റവും സ്വാധീനമുള്ള ഒരു തശ്ബീഹ് എന്ന് പറയുന്നത് ഈ മുഷബ്ബഹ് ബിഹീനെ മാത്രം എടുത്തുകൊണ്ട് പറയുന്ന ഒന്നാണ്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് അഡീഷണൽ ആയിട്ട് ഓർത്തു വെക്കുന്നത് നന്നാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. മിക്കറിൻ മിഫറിൻ മുഖബിലിൻ മുദ്ബിരിൻ മാൻ കജുൽമൂദി സുഖറിൻ ഹത്തഹു സൈലു മിനാലി എന്ന് പറയുന്നത് ഇമ്രുൽ ഖൈസ് തന്റെ ഹിസാനെ കുതിരയെ വർണ്ണിച്ചുകൊണ്ട് പാടിയിട്ടുള്ള മറ്റൊരു വരിയാണ്. മിക്കറിൻ മിഫറിൻ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിലുള്ള ഒരു ടൈപ്പ് ഇങ്ങോട്ട് സ്പീഡിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കോട്ട് പേടിച്ചോടുന്ന പോലെ പോകും, എന്നിട്ട് വീണ്ടും ഹൈ സ്പീഡിൽ വന്നിട്ട് രണ്ടാമത് അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു ഇതിനാണ് മിഫറിൻ എന്നുള്ളത് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ കുതിര അങ്ങനെയാണ്. അതുപോലെ മുഖബിലിൻ മുദ്ബിരിൻ മാൻ കജുൽമൂദി, അതിന്റെ ആ ഒരു ചലനത്തിനെയാണ് പറയുന്നത്. അത് ഭയങ്കര അനുസരണ ഉള്ളതാണ്, നമ്മളെ കൺട്രോളിൽ കിട്ടുന്നതാണ്. ദെൻ കജുൽമൂദി സുഖറിൻ ഹത്തഹു സൈലു മിൻ അലി, ഇതൊക്കെ തശ്ബീഹിൽ ഭയങ്കര വരുന്ന കേട്ടോ.
അതായത് ഉയരമുള്ള ഒരു സ്ഥലത്ത് ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ഒരു വെള്ളച്ചാട്ടം ചാടുമ്പോൾ നമുക്കറിയാം, വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് എന്താണ്, വലിയ പാറ ഉണ്ടാകും. ആ പാറന്റെ മുകളിൽ കൂടെയാണ് വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുക. അപ്പൊ അതുപോലത്തെ ആ ഒരു ഉറച്ച ആ പാറന്റെ ഉറപ്പിനെയാണ് പറഞ്ഞത്. അതുപോലെയുള്ള ഒരു പാറയെ പോലെ, വലിയ വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്ന പാറയെ പോലെ അത്രയും കരുത്തോടെയാണ് തന്റെ കുതിര യുദ്ധക്കളത്തിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വർണ്ണിച്ചു പാടിയിട്ടുള്ള ഒരു വരിയാണ്. അത് മറന്നു പോകരുത്. ഓക്കെ, then next question, ترى بعر الأرآم في عرصاتها وقيانها كأنه حب فلفل. 2018 ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. قد استخدم امرؤ القيس كلمة عرصات في معنى. ഇവിടെ അർസ്വാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെലിമത്ത് ചോദിച്ചിട്ടുണ്ട്. അത് എന്ത് ആശയത്തിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. ഓക്കെ, തറ ബാറൽ അർആമി ഫി അർസാത്തിഹ. എന്താ ഇതിന്റെ അർത്ഥം വരുന്നത്? തറ, നിനക്ക് ഇത് ഇമ്രുൽ ഖൈസ് ഇത് പാടുന്നത് അദ്ദേഹത്തിന്റെ ആഷിഖത്തിന്റെ വീട്ടിൽ പോയിട്ട്. അവർക്ക് അറബികളുടെ സ്റ്റൈൽ എന്താണ്? ബക്ക അല ദിയാരി വൽ അത്ലാല്, അതായത് പണ്ട് പിന്നെ ആഷിഖത്തൊക്കെ നിന്നിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കരയുക, ആ അവശിഷ്ടങ്ങളൊക്കെ ഓർത്തെടുക്കുക. അങ്ങനെയാണ് മൊല്ലക്കത്തിന്റെ ആളുകളുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ്, തന്റെ ആഷിഖത്തൊക്കെ നിന്ന വീട്ടില് അവിടെ പോയി നിന്നിട്ട് അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കാണ്. അപ്പൊ പറയാണ്, തറ, നിനക്ക് കാണാൻ പറ്റും, ബഅറൽ അർആമി ഫി അർസാത്തിഹ. അവിടെ എന്താണ്, ഈ കുതിരയുടെ ഒക്കെ ഈ രോമം അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ഒക്കെ രോമം പോലത്തെ ഇതിനാണ് പറയുന്നത്. അത് അവിടുത്തെ അർസോത്ത് എന്ന് പറഞ്ഞാൽ മുറ്റത്തിനാണ് പറയാ, നമ്മുടെ വീടിന്റെ മുന്നിലുള്ള ആ കാലിയായിട്ടുള്ള സ്പേസ്. അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വഖയാനിഹ, എന്ന് പറഞ്ഞാൽ കാത്ത്, അവരുടെ മുറ്റത്തും അവരുടെ ഹാളിലൊക്കെ അതിങ്ങനെ കിടക്കുന്നുണ്ട്. കഅന്നഹു ഹബ്ബ ഫുൽഫുൽ, ഏതുപോലെ പിന്നെ നമ്മുടെ ഈ ഒരു മറ്റേ ഈ കുരുമുളകൊക്കെ പോലെ അത് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളതിന് ഇദ്ദേഹം ഒന്ന് വർണ്ണിച്ചു പാടിയതാണ്. അപ്പൊ ഇമ്രുൽ ഖൈസ് ഈ ഒരു അർസാത്ത് എന്നുള്ളത് തറാത്ത് എന്ന് പറഞ്ഞാല് കനാലുകൾ അല്ല, ഈ വെള്ളമൊക്കെ കെട്ടി നിർത്തിയ സ്ഥലത്തിന് പറയാം. ഹദായിഖ് എന്ന് പറഞ്ഞാല് തോട്ടം, ദെൻ സാഹാത്ത് മുറ്റം, അങ്കണം, ദെൻ ഓബാത്ത് എന്ന് പറഞ്ഞാല് കാടുകള്. അപ്പൊ അർസോത്ത് എന്നുള്ളത് അദ്ദേഹം എന്താണ്, സാഹാത്ത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ടൈപ്പ് 2017 ജനുവരിയാണ്. അവിടേക്കൊക്കെ കുറെ കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമ്മളത് അവോയ്ഡ് ചെയ്യരുത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പല ആളുകളും ജെആർഎഫിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളും നല്ല ഡീപ്പായിട്ട് പഠിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തെറ്റിക്കുന്ന പല ആളുകളുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന് അതിൻ്റെതായ ഗൗരവം കൊടുക്കുക. കാരണം ഓരോ ക്വസ്റ്റ്യനും നമ്മളുടെ പേഴ്സൻറ്റേജിൽ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഒരേ ഗൗരവം എന്തായാലും കൊടുക്കുക. ഓക്കെ, ഇംതാസ ഇമ്രുൽ ഖൈസ് ബൈന അസ്ഹാബിൽ മുഅല്ലഖാത്ത് തബാഖഹു മഅരിഫ ഖാസിയത്തുൻ നിസാ. അതായത് ഇമ്രുൽ ഖൈസ് മറ്റുള്ള മുഅല്ലഖാത്തിന്റെ ആളുകൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിക്കുന്നത് മഅരിഫത്തുൻ ഖാസിയത്തുൻ നിസാ, സ്ത്രീകളെ കുറിച്ചുള്ള ഒരു പ്രത്യേക അറിവാണ്. അത് എന്താണ്? കുറച്ചും കൂടെ മൈന്യൂട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്ത്രീകളുടെ ജിസ്മിയ ശാരീരികമായിട്ടുള്ള അറിവിനെ കുറിച്ചിട്ടാണോ, ഖുലുഖിയ സ്വഭാവപരമായിട്ടാണോ, നഫ്സിയ സൈക്കോളജിക്കൽ ആണോ, അഖലിയ ഇന്റലിജൻസ് ബുദ്ധിപരമായിട്ടാണോ, ഇതിൽ ഏതിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഇമ്രുൽ ഖൈസിന് മറ്റുള്ള മുഅല്ലഖാത്തിന്റെ ആളുകളിൽ നിന്നും അദ്ദേഹത്തിനെ വ്യതിരിക്തനാക്കുന്നത്? ഖാസിയത്തുൻ നിസാ അന്നഫ്സിയ, അതായത് സ്ത്രീകളുടെ സൈക്കോളജി എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹം അതനുസരിച്ചിട്ടുള്ള ഒരുപാട് വരികളൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ കൂടെ നമുക്ക് ചേർത്ത് പറയാനുള്ള ഒന്നാണ്, ഇമ്രുൽ ഖൈസിന്റെ അധിക കവിതകളും അദ്ദേഹത്തിന്റെ ദാത്തുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നഫ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ അധിക കവിതകളും. ഒക്കെ മറന്നു പോരുത്. ഇമ്രുൽ ഖൈസിന്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദാത്ത്, അദ്ദേഹത്തിന്റെ സ്വയത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നഫ്സിനെ കുറിച്ചിട്ട് അതിന് റിലേറ്റഡ് ആണ് അദ്ദേഹത്തിന്റെ കവിതകളിലെ ഓരോ ആശയങ്ങളും. അതുപോലെ അദ്ദേഹത്തിന് സ്ത്രീകളുടെ സൈക്കോളജി, സ്ത്രീകളുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടും നന്നായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് ദാറത്തു ജുൽജുൽ. ദാറത്തു ജുൽജുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്രുൽ ഖൈസിന്റെ ജീവിതം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണാം അദ്ദേഹം ദാറത്തു ജുൽജുലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആഷിഖത്തിന്റെ പേരെന്താ? ഉനൈസ ബിൻത്ത് ഷറഹ്ബീൽ. ഉനൈസ ബിൻത്ത് ഷറഹ്ബീൽ എന്നാണ് ആഷിഖത്തിന്റെ പേര്. അത് ഇമ്രുൽ ഖൈസിന്റെ ആരാണ്? ഇബ്നത്തു അമ്മാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷറഹ്ബീൽ എന്ന് പറയുന്നത് ഇമ്രുൽ ഖൈസിന്റെ അമ്മാണ്. അമ്മ മീൻസ് പിതാവിന്റെ സഹോദരനാണ്. ഓക്കെ, അപ്പൊ ആ സഹോദരന്റെ മകളാണ് ഉനൈസ. ഓക്കെ, അപ്പൊ അത് ഇമ്രുൽ ഖൈസിന്റെ ആഷിഖത്ത് ഉനൈസ ബിൻത്ത് ഷറഹ്ബീൽ ഇവര് എന്താണ്? ഇബ്നത്തു അമ്മാണ്. ഇമ്രുൽ ഖൈസിന്റെ ഇബ്നത്തു അമ്മാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് ദാറത്തു ജുൽജുൽ വെച്ചിട്ടാണ് അവര് ആദ്യമായിട്ട് കാണുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ദാറത്തു ജുൽജുൽ എന്ന് പറഞ്ഞാല്? തുറാത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം, അതായത് ഒരു കനാല് പോലത്തെ ഒരു സ്ഥലം. മകാനുൻ കാന യജ്തമഉ ഫീഹി കിബാർ ശഖ്സിയാത്തു ഖബീലത്തു കിന്ദ ലിത്തശാവുർ. ഈ കിന്ദ എന്ന് പറഞ്ഞാൽ എന്താ? കിന്ദ എന്ന് പറഞ്ഞാല് ഇമ്രുൽ ഖൈസിന്റെ ഖബീലത്ത് ഗോത്രമാണ് കിന്ദ എന്ന് പറയുന്നത്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേരാണ്. ഇതൊക്കെ ഇവിടെ ആഡ് ഓൺ ആയിട്ട് പഠിച്ചു പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഗോത്രമാണ് കിന്ദ എന്ന് പറയുന്നത്. അപ്പൊ ഈ കിന്ദയിലെ വലിയ ആളുകള് തശാവുർ ചെയ്യാൻ, അതായത് അവര് മുഷാവറ കൂടിയാലോചന നടത്തുന്ന, അവരൊരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ദാറത്തു ജുൽജുൽ. ദെൻ ഇസ്മു ഫുലാൻ അൽഖാഹു ഫിഹ ഇമ്രുൽ ഖൈസ് ത്വരീഖഹു ഫി സഫറിഹി. ഇമ്രുൽ ഖൈസ് യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരാളുടെ പേരാണ്. ദെൻ ഇസ്മു മഹബൂബത്തു ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസിന്റെ ആഷിഖത്തിന്റെ പ്രണയിനിയുടെ പേരാണ്. ഇതെല്ലാം നമുക്കറിയാം. ഇത് എന്താണ്? പ്രണയിന്റെ പേര് ഉനൈസ ബിൻത്ത് ഷറഹ്ബീൽ ആണ്. പിന്നെ ഇതിൽ എന്താണ് ദാറത്തു ജുൽജുൽ? ദാറത്തു ജുൽജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറാത്ത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കനാലാണ്. കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു കനാലാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഉനൈസയെ കാണുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മുഅല്ലഖൊക്കെ ആ ഒരു ഇതിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തുറാത്ത് ആണ് ദാറത്തു ജുൽജുൽ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കനാല്. ഇവിടെ അദ്ദേഹം ഉനൈസയെ കാണുന്നത് യൗമുൽ ഒദീറിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഒദീറിന്റെ ദിവസം എന്ന് പറയുന്ന അവരുടെ എന്തോ ഒരു പരിപാടി നടക്കുന്ന ഒരു ദിവസമാണ് യൗമുൽ ഒദീർ. അപ്പൊ അതിൽ വെച്ചിട്ടാണ് കാണുന്നത്. അതും കൂടെ അവിടെ ആഡ് ഓൺ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി 2016 ആഗസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈസ മിൻ അൽഖാബി ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസിന് ഒരുപാട് ലഖബ് ഉണ്ട് അല്ലെ. അതിൽ പെടാത്തത് അൽ ഉലാമുല്ലാഹി, അൽ അമീറു ത്വരീദ്, അഷാബു ഷരീദ്, അൽ മലിക് അൽ ലലീൽ. ഏതാണ്? അഷാബു ഷരീദ്. അഷാബു ഷരീദ് എന്ന അദ്ദേഹത്തിന്റെ ലഖബല്ല. ബാക്കി ഏതൊക്കെയാണ്? അൽ ഉലാമുല്ലാഹി. എന്താണ് ഉലാമുല്ലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് വിനോദത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കുട്ടി. അതായത് അദ്ദേഹം ചെറുതിലെ ഇങ്ങനെ എന്താണ് ഷിയർ അങ്ങനത്തെ കുറെ കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അൽ ഉലാമുല്ലാഹി എന്നുള്ളത് ഇമ്രുൽ ഖൈസിന്റെ ഒരു ലഖബാണ്. അതേസമയം അൽ ഉലാമുൽ ഖതീൽ, അൽ ഉലാമുൽ ഖതീൽ എന്നറിയപ്പെടുന്നത് ആരാണ്? അൽ ഉലാമുൽ ഖതീൽ, കൊല്ലപ്പെട്ടിട്ടുള്ള കുട്ടി, കൊല്ലപ്പെട്ട കുട്ടി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മുഅല്ലഖയുടെ തന്നെ ഒരാളാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ പഠിക്കാനില്ല, പക്ഷെ അസ്ഹാബുൽ മുഅല്ലഖാത്ത് എന്നുള്ളതിൽ അതെന്തായാലും വരും. ഓക്കെ, തൊറഫത്ത് ബിൻ അൽ അബ്ദ് ഷായർ, മുഅല്ലഖയുടെ ഷായറാണ്. തൊറഫത്ത് ബിൻ അൽ അബ്ദ് ആണ് അൽ ഉലാമുൽ ഖതീൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് അദ്ദേഹം അറിയപ്പെടാൻ കാരണം അദ്ദേഹം ഒരു 25 വയസ്സ്, അതായത് 30 വയസ്സിന്റെ ഒക്കെ താഴെയായിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്നത് അൽ ഉലാമുൽ ഖതീൽ. ഇമ്രുൽ ഖൈസ് അറിയപ്പെടുന്നത് അൽ ഉലാമുല്ലാഹി. ദെൻ അദ്ദേഹം അൽ അമീറു ത്വരീദ്. അമീറു ത്വരീദ് എന്ന് പറഞ്ഞാല് ആട്ടി അകറ്റപ്പെട്ട നേതാവ്. അമീറു ത്വരീദ് ആട്ടി അകറ്റപ്പെട്ട നേതാവ്. അതേ പറയാൻ കാരണം എന്താണ്? അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചു വന്ന സമയത്ത് കുറെ ഷിയർ, അതുപോലെ ലഹ്വ്, ഇതൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ അതിൽ ഇനായിമാസ് ചെയ്തപ്പോൾ, മുഴുകിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് എന്താണ്, ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിതാവിന്റെ ഭാര്യയെ ഓസിൽ ചെയ്തിട്ട് അദ്ദേഹം കവിത എഴുതിന്നൊക്കെ. അപ്പൊ ആ രൂപത്തിൽ അദ്ദേഹം ചെയ്തത് കൊണ്ട് പിതാവ് രാജാവായിരുന്നു. ബനു അസദിലെ രാജാവാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. ഈ പിതാവ് അടുത്ത സ്ഥാനം, ബനു അസദിലെ 2ാമത്തെ രാജാവാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. അടുത്ത സ്ഥാനത്തേക്ക് രാജാവാവേണ്ട ആളാണ് ഇമ്രുൽ ഖൈസ്.
പക്ഷെ അദ്ദേഹത്തെ എന്തായത് പിതാവ് മോശമായ സ്വഭാവം കൊണ്ട് ആട്ടി ഓടിക്കാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അൽ അമീർ ത്വരീദ്, ആട്ടി അകറ്റപ്പെട്ടിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത്. അതുപോലെ അൽ മലിക്കുൽ വലീൽ, അതുകൊണ്ട് തന്നെ എന്താണ് ദ ലോസ്റ്റ് കിങ്, നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ള രാജാവ് എന്ന് നമുക്കറിയാം. രാജാവേണ്ട സ്ഥാനം അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ലഖബാണ്. അതിന്റെ കൂടെ പ്ലസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചും കൂടെ ലഖബാണ് ഇമ്രുൽ ഖൈസിൻ്റെത് ദുൽ ഖുറൂഹ്. ദുൽ ഖുറൂഹ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് ശരീരമാസകലം മുറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ. അതിന് കാരണം അദ്ദേഹം അവസാന കാലമായ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒരു വസൂരി പോലെയുള്ള രോഗം വരികയും ശരീരമാകെ മുറിവൊക്കെ ഉണ്ടാവുകയും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദുൽ ഖുറൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ അദ്ദേഹം സ്വയം ഇമ്രുൽ ഖൈസ് സ്വയം അദ്ദേഹത്തിനെ തന്നെ വിളിച്ചത് അൽ അന്നാൻ ഫിൽ മുജൂൻ, അതായത് ഒരു മോശമായിട്ടുള്ള തോന്നിവാസത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അൽ അന്നാൻ ഫിൽ മുജൂൻ, സ്വന്തമായിട്ട് വിളിച്ചിട്ടുള്ളതാണ്. ദെൻ ഉലാമുല്ലാഹി, അമീറു ത്വരീദ്, മലിക്കുൽ വലീൽ നേരത്തെ വിശദീകരിച്ചു. ഓക്കെ, നെക്സ്റ്റ് യുഅദ്ദു അബൽ ലിശ്ശഅരിൽ ജാഹിലി ബൽ ലിശ്ശഅരിൽ അറബി ജമിയാൻ, അതായത് ഒരാള് താഴെ തന്നതിൽ 4 ആള് തന്നിട്ടുണ്ട്. ഇതിൽ ഒരാള് യുഅദ്ദു അബൽ ലിശ്ശഅരിൽ ജാഹിലി, ജാഹിലിയ കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ബൽ, പക്ഷേ ലിശ്ശഅരിൽ അറബി ജമിയ, അതായത് പക്ഷേ അറബി കവിതയുടെ മുഴുവൻ പിതാവ് എന്നറിയപ്പെടുന്നത് അതാരാണ്? നമുക്കറിയാം ഇമ്രുൽ ഖൈസ് ആണ് അതറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇമ്രുൽ ഖൈസ് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? അമീർ ഷഅറുൽ ജാഹിലി, ജാഹിലിയ കവിതകളുടെ നേതാവ്. അതുപോലെ അമീർ ഷഅറുൽ അറബി, കേട്ടോ, അറബി കവിതകളുടെ നേതാവ്. ജാഹിലിയ കവിതകളുടെ നേതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ അറബി കവിതകളുടെ നേതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അമീർ ഷഅറ ഫിന്നാർ, നരകത്തില് കവികളുടെ നേതാവ് എന്നാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഇസ്ലാമിന് യോജിക്കാത്ത ഒരുപാട് ആശയങ്ങൾ പറഞ്ഞ് ആളുകളെ ഒക്കെ വഴി തെറ്റിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നരകത്തിലാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലെ കവികളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അഷാർ ഷാറ ഫിലാസറിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും കവിതാ പ്രാവീണ്യമുള്ള ആള് എന്നുള്ളതും ഇമ്രുൽ ഖൈസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ആരാണ് അഷാർ ഷാറ എന്ന് ചോദിച്ചാൽ അതിൽ ബാക്കിയുള്ള കവികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇമ്രുൽ ഖൈസ് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം. ദെൻ അഹദു സലാസത്തുൽ ഫുഹൂൽ ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ നല്ല കവിതാ പ്രാവീണ്യമുള്ള, കവിതയിൽ നല്ല കപ്പാസിറ്റി ഉള്ള 3 ആളുകളുണ്ട്. അഹദു സലാസത്തുൽ ഫുഹൂൽ എന്നാണ് അവരെ പറയുന്നത്. സലാസത്തുൽ ഫുഹൂൽ അതാരൊക്കെയാണ്? ഒന്ന് ഇമ്രുൽ ഖൈസ്, മറ്റൊന്ന് സുഹൈർ ബിൻ അബി സൽമ, മറ്റൊന്ന് അന്നാബിഅത്തു ദുബിയാനി. ഓക്കെ, അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് അസ്സലാസത്തുൽ ഫുഹൂൽ ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതാ പ്രാവീണ്യമുള്ള 3 ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇമ്രുൽ ഖൈസ്. അപ്പോൾ ചിലപ്പോൾ സലാസത്തുൽ ഫുഹൂൽ ലൈസ മിൻ സലാസത്തിൽ ഫുഹൂൽ ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ഈ 3 ആളുകളിൽ പെടാത്തത് എന്ന് പറഞ്ഞിട്ട് ഇതിന് പുറമെ ഒരാൾ കൂടെ തന്നു കഴിഞ്ഞാൽ ആ രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ഷെയർ ഇമ്രുൽ ഖൈസ് ഷദീദുൽ ഇത്തിസ്വാൽ ബി, ഇമ്രുൽ ഖൈസിന്റെ കവിതകള് ഭയങ്കര കണക്ഷനാണ്. എന്തുമായിട്ട്? ബി ദാത്തിഹി, അയാളുടെ സ്വന്തവുമായിട്ട്, ബി ബീഅത്തിഹി, അദ്ദേഹത്തിന്റെ അന്തരീക്ഷ ചുറ്റുപാടുമായിട്ട്, ബി ഖബീലത്തിഹി, അദ്ദേഹത്തിന്റെ ഗോത്രവുമായിട്ട്, ബി ഉസ്രത്തിഹി, അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട്. നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹത്തിന്റെ ദാത്തുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നഫ്സുമായിട്ട് ഭയങ്കര ഇത്തിസ്വാൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ ബിയത്തും കബീലത്തും ഒക്കെ അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഷദീദുൽ ഇത്തിസ്വാൽ വരുന്നത് ബിദാത്തിഹി ഔ ബിനഫ്സിഹി. നെക്സ്റ്റ്, قد ضاع الكثير من إمر القيس وبقي ديوان صغير يحتوي نحو من 2015 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇമ്രുൽ ഖൈസ്, അതായത് ഇമ്രുൽ ഖൈസ് രചിച്ചിട്ടുള്ള ധാരാളം കവിതകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദീവാനൻ സൈർ, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ദീവാന് മാത്രമാണ് ബാക്കിയായിട്ട് അവശേഷിച്ചിട്ടുള്ളത്. യഹ്തവി നഹ്വ മിൻ, അതിൽ എത്ര ഖസീദകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. കുറച്ച് അധികം കുറച്ച് ദൂരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇമ്രുൽ ഖൈസ് ഒരുപാട് കവിതകൾ എഴുതിയിരുന്നു. പിൽക്കാലത്ത് അതിന്റെ ആളുകൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട്
ഒരു ദീവാനിൽ ഒരു കവിതാ സമാഹാരത്തിലാക്കിയിട്ട് അത് സൂക്ഷിച്ചു. അതിൽ എത്ര ഖസീദകൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണം. നമ്മുടെ താരിഖുൽ അദബ് സയ്യാത്തിലൊക്കെ ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഉള്ള സെന്റൻസ് ആണ് എടുത്തിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നോക്കാം. 25 ഖസീദകൾ. ഓക്കെ, 25 ഖസീദകളാണ് അദ്ദേഹത്തിന്റെ ദീവാനുഷ്യാറിൽ ഇന്ന് അവശേഷിക്കുന്നത്. എണ്ണം തെറ്റരുത്, ഒക്കെ 5 ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. 25 ഖസീദകൾ. അടുത്തത് ലയ്യാനി അബി സ്വൈറൻ വഹമ്മലനി ദമഹു കബീറൻ ലാ സുഹ്വല്യം വലാ സുക്രാദൻ അല്യൗമ ഖംറു വദൻ അംറ ഖാലഹു. ആര് പറഞ്ഞതാണ് നമുക്കറിയാം, ഇമ്രുൽ ഖൈസ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവാർത്ത വന്ന സമയത്ത് പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരെ പിതാവിനെ ഇതാക്കിയിട്ടുള്ളത്, കൊന്നത്? ബനു അസദ്. അതായത് കിന്ദ ഗോത്രത്തിലാണ് ആര് വളരുന്നത്? കിന്ദ കബീലത്തിലാണ് ഇമ്രുൽ ഖൈസ് വളർന്നിട്ടുള്ളത്. കിന്ദ കബീലത്തിലെ ബനു അസദ് എന്ന് പറയുന്ന പരമ്പരയിലാണ് ഇമ്രുൽ ഖൈസ് ജനിച്ചിട്ടുള്ളത്. ഈ ബനു അസദിലെ രാജാവാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. എന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ സൂ ഇസ്തിബ്ദാദ്, അതായത് മോശമായിട്ടുള്ള സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ട് ഈ ബനു അസദിലെ ആൾക്കാർ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് ഇമ്രുൽ ഖൈസ് എവിടെയാണ്? പിതാവ് ആട്ടി ഓടിച്ചിട്ട് അദ്ദേഹം എവിടെയാണ്? യമനിലാണ് നിൽക്കുന്നത്. ആ യമനിലേക്ക് ഈ വാർത്ത വന്ന സമയത്ത് ഇമ്രുൽ ഖൈസ് പറഞ്ഞതാണ് ലയ്യാനി അബി സ്വൈറൻ, അതായത് എൻ്റെ ഉപ്പ ഞാൻ ചെറുതായ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലൊക്കെ എനിക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വഹമ്മലനി ദമഹു കബീറൻ, ഇപ്പൊ ഞാൻ വലുതായപ്പോ അദ്ദേഹത്തിന്റെ രക്തം എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് അന്നൊക്കെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാല് അവരെ തിരിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാരദാഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇപ്പൊ എനിക്ക് വലുതായപ്പോ എനിക്ക് അതാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ലാ സ്വഹ്വല്യവും, ഇന്ന് പ്രതികാരമില്ല. അപ്പൊ അദ്ദേഹം എന്താണ്, അപ്പൊ അവിടെ മദ്യപിക്കാണ്. വല സുക്രാദൻ, നാളെ എന്തില്ല, ലഹരിയുമില്ല. അല്യൗമ ഖംർ, ഇന്ന് കള്ള്. വഅദൻ അംർ, നാളെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു ഫേമസ് കോട്ടിംഗ് ആണ്. കോട്ടിങ് മറന്നു പോകരുത്. ഓക്കെ, എന്നിട്ട് അതിന്റെ ശേഷം നടന്ന കാര്യം കൂടി ആഡ് ഓൺ ആയിട്ട് പഠിക്കുക. കാരണം ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ അപ്പുറവും ഇപ്പുറവും പഠിക്കുക. കാരണം ക്വസ്റ്റ്യന് ഏകദേശം അവിടെ നിന്നായിരിക്കും വട്ടം ഇടുക. അപ്പൊ വഖാല ബിഹി ബിശ്ശഅരിഹി, ആ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കവിതയിൽ പറയാണ് തതാവലൽ ലൈലു അലൈനാ ദമൂൻ ദമൂൻ ഇന്നാ മഅ്ശറ യമാനൂൻ വ ഇന്നനാ ലഖൗമുനാ മുഹിബ്ബൂൻ എന്നുള്ളൊരു വരി അദ്ദേഹം അപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അദ്ദേഹം ദമൂൻ എന്ന് പറഞ്ഞാൽ യമനിലുള്ള ഒരു സ്ഥലമാണ് ദമൂൻ എന്ന് പറയുന്നത്. തതാവലൽ ലൈലു അലൈനാ ദമൂൻ, അതായത് രാത്രി ഞങ്ങളെ, ദമൂനിലുള്ള ആൾക്കാരുടെ രാത്രി അതിനെ ദീർഘിപ്പിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് വേഗം പുലരണം, നാളെ പ്രതികാരം ചെയ്യാൻ പോണല്ലോ. അപ്പൊ അദ്ദേഹം പറയണേ രാത്രി കഴിഞ്ഞു കൂടുന്നില്ല, ദമൂനിലുള്ള രാത്രി ഇങ്ങനെ ദൈർഘ്യം കൂട്ടുകയാണ് ഞങ്ങളുടെ മേലെ. ദമൂൻ ഇന്ന മാഷർ യമാൻ, ദമൂൻ എന്ന് പറഞ്ഞാൽ യമനുകാരുടെ മാഷറയാണ്, ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദമൂന്. വ ഇന്നനാ ലഖൗമുനാ മുഹിബ്ബുൻ, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ അത്രയ്ക്കും മഹബത്താണ്, അവരോട് ഭയങ്കര സ്നേഹമാണ് പറഞ്ഞിട്ടുള്ള ഈ ഒരു വരികൾ ഓർത്തു വെക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം വഹലഫ, ഹലഫ എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്യാണ്. അല്ലാ യഷ്റബൽ ഖംർ, കള്ള് കുടിക്കൂല. വലാ യഅ്സിൽ റഅ്സഹു, തന്റെ കുളിക്കൂല. വലാ യഅ്സിലു നിസാ, സ്ത്രീകളെ ശൃംഗരിക്കൂല. ഹത്താ യഖ്തുല മിഅതു റജുലിൻ മിൻ ബനി അസദ്, ബനു അസദിൽ നിന്ന് 100 ആളുകളെ കൊല്ലുന്നത് വരേക്കും അദ്ദേഹം കുളിക്കൂല, കള്ളു കുടിക്കൂല, അതുപോലെ സ്ത്രീകളെ ശൃംഗരിക്കൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ശപഥം ചെയ്യുകയും പിന്നീട് അദ്ദേഹം ബക്കർ, താലബ് ഗോത്രങ്ങളുടെ ഒക്കെ അടുത്തേക്ക് പോയിട്ട് ബനു അസദിനെതിരെ ഉള്ള സഹായം ചോദിക്കലും പിന്നീട് അദ്ദേഹം ആ ഒരു ചരിത്രങ്ങളാണ് പിന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ കൂടെ പ്ലസ് നേരത്തെ നമ്മൾ അദ്ദേഹം പിതാവിന്റെ മരണവാർത്ത വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ലയ്യാനി അബി സ്വൈറൻ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വേറെ കാര്യമാണ് ലമ്മ അഷിയത്തുഹു സക്രത്തുൽ മൗത്ത്, ഇദ്ദേഹത്തിന് മരണം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടിംഗ് ആണ്, എന്തായാലും ഓർത്തു വെക്കാം. റബ്ബി ഹജഫ്നാ മുസ്അൻജറ വതഅനാ മുസ്ഹൻഫിറ വഖതുബ മഹ്ബിറ തബ്ഖി ഗദൻ ബി അൻഖറ. ഈ അൻഖറ എന്ന് പറഞ്ഞാൽ റോമിലെ അൻഖറയിൽ, നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് നജ്ദിലാണ്, പിന്നെ വളർന്നതും നജ്ദിലാണ്. അവിടുന്ന് യുവാവായ സമയത്ത് അദ്ദേഹം ഇവിടേക്ക് പോയതാണ്, യമനിലേക്ക് പോവാണ്.
പിന്നീട് അദ്ദേഹം ഈ പ്രതികാരത്തിന് വേണ്ടി നജ്ദിലേക്കൊക്കെ വന്നതിന് ശേഷം അവസാനം അദ്ദേഹം എന്താണ് ഇതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം എത്തുന്നത് റോമിലാണ്. റോമിലെ അൻഖറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. അപ്പൊ ഈ അൻഖറയിൽ തബ്ഖിയാദൻ ബി അൻഖറ, നാളെ എന്നെ അൻഖറയിൽ ശശ്വതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. തുമ്മ ബാത്ത വദുഫിന ബിജബലി ഉസൈബ്, ഉസൈബ് എന്ന് പറഞ്ഞ പർവ്വതത്തിലാണ് അദ്ദേഹത്തിനെ ദഫ്ന ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 2015 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മാലഷായിർ, ഒരു കവി മാലഷായിർ ഇല ഇബ്നു അമ്മത്തിഹി, അവരെന്താണ് തൻ്റെ പിതൃവ്യയുടെ മകനിലേക്ക് ചാഞ്ഞു. അംറുബിൻ ഹിന്ദ് വമദഹു ലിമുദ്ദ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്രുൽ ഖൈസിന്റെ ആഷിക്കത്താരാണ്? ഒരു മിനിറ്റ്, ഇതിന്റെ ആൻസർ ഇമ്രുൽ ഖൈസ് ആണ് വരുന്നത്. അതായത് ഇമ്രുൽ ഖൈസ് തന്റെ പിതൃവ്യയുടെ മകനുണ്ട് അംറുബിൻ ഹിന്ദ്, അവരിലേക്ക് ചായുകയും അവരെ മദ്ഹ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഉനൈസ എന്ന് പറയുന്നത് ഉനൈസ ഇബ്നത്തു അമ്മാണ്. അതായത് അവരുടെ ആഷിഖത്ത് ഉനൈസ ആരാണ്? ഇമ്രുൽ ഖൈസിന്റെ ഇബ്നത്തു അമ്മാണ്, പിതൃവ്യന്റെ മകളാണ്, അതായത് പിതാവിന്റെ സഹോദരിയുടെ മകളാണ്. അതേസമയം അംറുബിൻ ഹിന്ദ് നമുക്കറിയാം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അംറുബിൻ ഹിന്ദ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മനാദിറ വിഭാഗത്തിലുള്ള ഒരു രാജാവായിരുന്നു. ഈ അംറുബിൻ ഹിന്ദും ഇമ്രുൽ ഖൈസും ഉള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഇമ്രുൽ ഖൈസിന്റെ ഇബ്നു അമ്മത്താണ്, അതായത് പിതൃവ്യയുടെ മകളാണ്. ഓക്കെ, പിതൃവ്യയുടെ മകനാണ് അംറുബിൻ ഹിന്ദ്. ഓക്കെ, അപ്പൊ ആ ഒരു ബന്ധം മനസ്സിലാവും. ഇത് ഇബ്നത്തു അമ്മാണ്, ഇത് ഇബ്നു അമ്മത്താണ്. ഓക്കെ, ദെൻ അപ്പോൾ അംറുബിൻ ഹിന്ദ് എന്ന് പറയുന്ന തൻ്റെ പിതൃവ്യന്റെ മകനിലേക്ക് ചായുകയും രാജാവാണല്ലോ, അവരെ കുറച്ചു കാലം മദ്ഹ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആള് ഇമ്രുൽ ഖൈസ് ആണ്. ഇതിന്റെ കൂടെ ഈ അംറുബിൻ ഹിന്ദ് എന്ന് പറയുന്ന രാജാവുമായിട്ടുള്ള 1-2 ആളുകളുടെ ബന്ധം കൂടി നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുന്നത് കുറെ കൺഫ്യൂഷൻ തടയാനായിരിക്കും. ഒന്ന് ഞാൻ പറഞ്ഞു, അംറുബിൻ ഹിന്ദ് ഇമ്രുൽ ഖൈസിന്റെ ഇബ്നു അമ്മത്താണ്. പ്ലസ് അസ്ഹാബുൽ മുഅല്ലഖാത്തിലെ 2 ആളുകളെ കൂടി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. വേറെ ആളുകളായിട്ടുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞു നിൽക്കേണ്ട ബന്ധം ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ത്വറഫ. ഈ ത്വറഫത്ത് ഇബ്നു അൽ അബ്ദിനെ കൊല്ലുന്നത് അംറുബിൻ ഹിന്ദാണ്. ഈ അംറുബിൻ ഹിന്ദിനെ ത്വറഫത്ത് ഇബ്നു അൽ അബ്ദിനെ വധിക്കുന്നത് അംറുബിൻ ഹിന്ദ് രാജാവാണ്. ഈ അംറുബിൻ ഹിന്ദ് രാജാവിനെ വധിക്കുന്നത് ആരാണ്? അംറുബിൻ കുൽസൂം അത്താലബി എന്ന് പറയുന്ന അംറുബിൻ കുൽസൂം അത്താലബി എന്ന് പറയുന്ന പിന്നെ മുഅല്ലഖാത്തിന്റെ ഒരു അസ്ഹാബ് തന്നെയാണ് അംറുബിൻ കുൽസൂം, ജാഹിലിയ കവിയാണ്. ഈ കവിയാണ് അംറുബിൻ ഹിന്ദിനെ വധിക്കുന്നത്. അപ്പൊ ഇമ്രുൽ ഖൈസിന്റെ ഇബ്നു അമ്മത്താണ് അംറുബിൻ ഹിന്ദ്. അംറുബിൻ ഹിന്ദ് ത്വറഫത്ത് ഇബ്നു അൽ അബ്ദ് എന്ന് പറയുന്ന മുഅല്ലഖയുടെ ഷായറിനെ കൊന്നിട്ടുണ്ട്. അതുപോലെ അംറുബിൻ ഹിന്ദിനെ വധിക്കുന്നത് അംറുബിൻ കുൽസൂം എന്ന് പറയുന്ന മുഅല്ലഖയുടെ ഷായറാണ്. അപ്പോ ഒരു രാജാവ് ഒരു കവിയെ, ഒരു ജാഹിലിയ കവിയെ വധിച്ചിട്ടുണ്ട്. ആ രാജാവിനെ വധിച്ചിട്ടുള്ളത് മറ്റൊരു ജാഹിലിയ കവി കൂടിയാണ്. ആ ഒരു ബന്ധം അവിടെ മനസ്സിലാക്കി വെക്കണേ. നെക്സ്റ്റ്, ഇമ്രുൽ ഖൈസ് നാഖതഹു ലിഇർലാഇ ഹബീബത്തിഹി. ഇമ്രുൽ ഖൈസ് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിനെ ദബഹ എന്ന് പറഞ്ഞ ബലി അറുക്കുന്നതിനാണ് പറയുന്നത്. ബലി അറുത്തു. എന്തിനാണ്? ലിഇർലാഇ ഹബീബത്തിഹി, അദ്ദേഹത്തിന്റെ കാമുകിയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ആ കാമുകിയുടെ പേരെന്താണ്? ഉനൈസ, ലുബ്ന, മെയ്യ, ഉമാമ. നമുക്കറിയാം ഇമ്രുൽ ഖൈസ് എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. ഇമ്രുൽ ഖൈസിന്റെ കാമുകി എന്ന് പറയുന്നത് ആരാണ്? ഒനൈസയാണ്. ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, എല്ലാ ക്വസ്റ്റ്യനും ശ്രദ്ധയോടെ വായിക്കണം. നമ്മളെ ചിലപ്പോൾ പെട്ടെന്ന് തെറ്റിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതിൽ ഇമ്രുൽ ഖൈസിന്റെ ആഷിഖത്താണ് ഉനൈസ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലുബ്ന എന്ന് പറയുന്നത് ഖൈസുബ്നു ദുറൈഹ്. ഖൈസുബ്നു ദുറൈഹ് എന്ന് പറഞ്ഞാൽ ഉമവി കാലഘട്ടത്തിലെ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ ആഷിഖത്താണ് ലുബ്ന. മെയ്യ നാബിയാത്തു ദുബിയാനിയുടെ ആഷിഖത്താണ് മെയ്യ.
അതുപോലെ ഉമാമ എന്ന് പറയുന്നത് ജരീർ. ജരീർ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൻ നഖാഇൽ അല്ലെ, ഉമവി കാലഘട്ടത്തിലെ കവിയാണ്. അദ്ദേഹത്തിന്റെ കാമുകിയാണ് ഉമാമ. ഇവിടെ ജരീറിന് നിങ്ങളിന്ന് ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം, ഈ ജരീർ ജനിച്ചിട്ടുള്ളത് റിയാദ് അഥവാ പണ്ട് യമാമ എന്നറിയപ്പെടുന്ന അവിടെയാണ്. അപ്പൊ ജരീർ യമാമയിലാണ് ജനിച്ചത്. ആഷിഖത്തിന്റെ പേര് ഉമാമ. യമാമ ഉമാമ ഏകദേശം ഒരേപോലെ ഓർത്തു വെക്കാനും സിമ്പിളാണ്. ദെൻ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം അധിക ജാഹിലിയ കവികളുടെയും ആഷിഖത്തിനെ നമുക്ക് കിട്ടാൻ എളുപ്പ വഴിയുണ്ട്. അതായത് ചില സമയങ്ങളിൽ ക്വസ്റ്റ്യന് വരുമ്പോൾ തന്നെ ഇത് ആരുടെ മൊല്ലക്കയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെന്താണ് മൊല്ലക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് അധികവും എന്താണ് അവരുടെ ആഷിഖത്തിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഇമ്രുൽ ഖൈസ് പറയുന്നില്ല, ഖിഫാ നബിക്ക് മിൻ ദിക്ര ഹബീബിൻ എന്ന് പറഞ്ഞിട്ടാണ് അവരുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം സുഹൈർ ബിൻ അബി സൽമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമിൻ ഉമ്മു ഔഫ ദിക്നത്തുൽ ലം തകല്ലുമി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഉമ്മു ഔഫ എന്നുള്ളതാണ് അവരുടെ ആഷിഖത്തിന്റെ പേര്. അതുപോലെ നബിയത്ത് ദുബിയാനിൻ്റെത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് യദാറു മെയ്യത്ത യദാറു മെയ്യത്ത് ബിലാല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെയ്യത്ത് എന്ന് പറയുന്നത് മയ്യത്തല്ല മെയ്യത്ത് അവരുടെ ആഷിഖത്തിന്റെ പേരാണ്. നെക്സ്റ്റ് ഹാദ ഷാർ മിൻ മൊല്ലക്ക. ഈ രൂപത്തിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് മൊല്ലക്കയുടെ ഒരു പേര് ഒരു വരി തന്നിട്ട് ഇത് ആരുടെ മൊല്ലക്കയാണ് എന്നുള്ളത്. അപ്പോൾ അഖറക മിന്നി ഇന്ന ഹബ്ബുക ഖാതിലി വന്നക മഹ്മാത് മുരിൽ ഖൽബു യഫ്അലി. അതായത് ഇമ്രുൽ ഖൈസ് തന്നെ, ഇത് നമുക്കറിയാം ഇമ്രുൽ ഖൈസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇമ്രുൽ ഖൈസിന്റെ വരികളാണ്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പൊ ഒരുപാട് മൊല്ലക്കയുടെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആരുടേതാണെന്ന് ചോദിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇത്രയും വരികൾ വായിച്ച് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതിന് നമുക്കൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, അത് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഒരു വരിയുടെ അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ എന്താണ് ബൈ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരികളൊക്കെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുവരെ വന്ന വരികളൊക്കെ പഠിക്കുക. ചിലപ്പോൾ മറ്റൊരു തരത്തിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനൊക്കെ സാധ്യത ഉണ്ട്. ഓക്കെ, എന്താ അദ്ദേഹം പറയുന്നത്? അതായത് തൻ്റെ കാമുകിയുടെ തൻ്റെ സ്നേഹം എന്താണ് എന്നെ കൊല്ലുന്നുണ്ട്, ഞാൻ തന്നിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ എന്നൊക്കെ പറയാം. ആ സ്നേഹത്തിന്റെ ഇത് പറയാണ്. വന്നക്ക മഹ്മാത്ത് മുരിൽ ഖൽബി ഫലി, ഞാൻ എപ്പോൾ വന്നക്ക മുഹിമ്മൻ, ഞാൻ എപ്പോഴും എന്താണ് ഇതിന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് മുരിൽ ഖൽബി ഫലി, എൻ്റെ ഹൃദയം ഇങ്ങനെ അതിലേക്ക് തന്നെ തിരിച്ചു പോകാന്നൊക്കെയുള്ള ഒരു ആശയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്രുൽ ഖൈസിൻ്റെ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ ഒരു ടാബിള് നന്നായിട്ടായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അസ്മാഉ ഷുഅറാഉൽ മുഅല്ലഖാത്ത്, മുഅല്ലഖാത്ത് 7 പറയുന്നുണ്ട്, ചിലർ 10 പറയുന്നുണ്ട്, ചില റിപ്പോർട്ടിൽ അതിലും കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 10 ആളുകളെ ഇവിടെ പറയുന്നുണ്ട്. അവരുടെ ഖവാഫികൾ, ഖവാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒരു കവിത ഏതക്ഷരത്തിലാണോ അവസാനിക്കുന്നത് അതാണ് അതിന്റെ കാഫിയത്ത്. അതായത് ഇവിടെ നമുക്കറിയാം എഫ് അലി ലാമ് വെച്ചിട്ടാണ്, അപ്പൊ ഇതിന്റെ കാഫിയത്ത് ലാമിയ. മീമ് വെച്ചിട്ടാണെങ്കിൽ മീമിയ, അങ്ങനെയാണ് പറയാം. ദെൻ ബഹർ, ബഹർ ഓരോന്നിനും ബഹർ ഉണ്ടായിരിക്കും. ഇത് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സൂചനകളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1-2 കാര്യം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ കൂടെ തന്നെ എന്ത് ചെയ്യാ, അവരുടെ കബീലത്തിന്റെ പേര് കൂട്ടിയിട്ടാണല്ലോ അവർ പറയാ. അതും ആ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഏത് കബീലത്താന്നുള്ളത് പിന്നെ ആ പേരിന്റെ കൂടെ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇമ്രുൽ ഖൈസ് അൽ ഖിന്ദി, അദ്ദേഹം ഖിന്ദ കബീലത്തിലുള്ള ആളാണ്. ലാമിയാണ് കാഫിയത്ത് വരുന്നത്, തൊവീലാണ്. ദെൻ സുഹൈർ ബിൻ അബി സൽമ അൽ മുസ്നി, മുസൈന ഗോത്രത്തിലുള്ള ആളാണ്. ദെൻ ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാം. അടുത്തത് അൻതറ ബിൻ ഷദാദ് അൽ അബ്സി, അബ്സ് ഗോത്രത്തില്. ലബീദ് ബിൻ റബിയ അൽ ആമിരി, അദ്ദേഹത്തിന്റെ ഹാഇ ആണ്, അതായത് ഹാ വെച്ചിട്ട് ആയിരിക്കും അദ്ദേഹത്തിന്റെ കവിതകൾ അവസാനിക്കുക. അപ്പൊ അത് ഹാഇയ. ഈ ലബീദ് ബിൻ റബിയ അൽ ആമിരി എന്ന് പറയുന്നത് ഒരു സ്വഹാബി വര്യൻ കൂടിയാണ്. ദെൻ തൊറഫത്ത് ബിൻ അൽ അബ്ദൽ ബക്കരി, ഇങ്ങനെ പോയിട്ട് ഓരോ ആളുകളും അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്താണ് ഗോത്രങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരുടെ ബഹർ കാഫിയത്ത്. ഇനി ഇത് തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. തൊവീലിൽ വരുന്നത് 3 ആളുകളാണ്. അതായത് ഇമ്രുൽ ഖൈസ്, സുഹൈർ, ത്വറഫ, 3 ആളുകൾ തൊവീലിൽ വരും. അതുപോലെ കാമിലിൽ 2 ആളുകളാണ്, അൻതറ വ ലബീദ് ബിൻ റബിയ.
പിന്നെ വാഫിറിൽ അമ്രുബിന് കുൽസും മാത്രം. ബഹറുൽ ബസീത്തിൽ 3 ആൾ എഴുതിയിട്ടുണ്ട്, നാബിയ, ആയിഷ, ഉബൈദ് ബിൻ ലബ്രസ്, ഖഫീഫിൽ അൽ ഹാരിത്ത് ബിൻ ഹില്ലിസ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് കുറേ ആൻസറുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ കൂടെ പ്ലസ് തീരെ പഠിച്ചു വെക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ പ്രയാസമുള്ളവരോട് ജസ്റ്റ് ഒരു ടിപ്പ് പോലെ പറയാൻ, നമുക്ക് ഉറപ്പൊന്നുമില്ല. NTA സിലബസ് വന്നതിന് ശേഷം നമുക്കറിയാം അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ പ്രധാനമായിട്ടും 4 ആളുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇമ്രുൽ ഖൈസ്, അതുപോലെ തന്നെ സുഹൈർ ബിൻ അബി സൽമ, അൻതറ ബിൻ ഷദ്ദാദ്, അമ്രുബിന് കുൽസും. ഈ 4 ആളുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ബഹർ, അവരുടെ ഖഫിയത്ത്, അവരുടെ ഗോത്രങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചേക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിലൊക്കെ കൂടുതൽ ട്രെൻഡ് കാണുന്നത് ഈ ഒരു സിലബസിൽ മെൻഷൻ ചെയ്ത ആളുകളിലേക്ക് കൂടുതൽ ഒതുങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അവരതിനേക്കും പുറത്തേക്കും പോവും. കാരണം ഹെഡിങ്ങിൽ അസ്ഹാബുൽ മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ആ ഹെഡിങ് എന്നുള്ള നിലക്കും ഇവരെയും കുറിച്ച് ചോദിക്കാനും സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ജാഹിലിയ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാട്ടോ. ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു 3 ആളുണ്ട്, ഇത് പുറത്തൊരാളുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അയാളെ എക്സ്ക്ലൂഡ് ചെയ്യാം. കാരണം അയാളെ കുറിച്ച് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ടിപ്പായിട്ട് യൂസ് ചെയ്യാം. ചില അധിക ക്വസ്റ്റ്യനുകൾക്കും ശരിയായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ട്രെൻഡിലൊക്കെ കാണാൻ പറ്റിയത്. സിലബസിന് പുറത്തുള്ള ആളുകളെ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ജാഹിലി മാത്രമല്ല എല്ലാത്തിലും സിലബസിൽ നിന്ന് പുറത്ത് വന്ന ആളെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധ ആൻസേഴ്സും ശരിയായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം നെറ്റ് എക്സാമിൽ നമുക്ക് എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഓക്കെ, തീരെ അറിയാത്ത കേസുകളിലൊക്കെ നമ്മൾ വെറുതെ അത് ഒഴിവാക്കിയിടുന്നതിന് പകരം നമ്മൾ ആൻസർ ചെയ്യുന്നത് നന്നാവും. അടുത്തത് ഹാവല ഇമ്രുൽ ഖൈസ് അൻ യസ്തർജ മംലക്കത്തു അബീഹി മിൻ മുലൂക്കി. അതായത് ഇമ്രുൽ ഖൈസ് എന്തിന് ശ്രമിച്ചു? അൻ യസ്തർജ മംലക്കത്തു അബീഹി, തൻ്റെ പിതാവിൻ്റെ കിങ്ഡം തിരിച്ചു പിടിക്കാൻ. മിൻ മുലൂക്കി, ഏത് രാജാക്കന്മാരിൽ നിന്നാണ് തൻ്റെ പിതാവിൻ്റെ ആ ഒരു ഭരണകൂടം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇമ്രുൽ ഖൈസ് ശ്രമിച്ചിട്ടുള്ളത്? അസാന, മനാദിറ, ലഹ്മിയൻ, സസൻ. മനാദിറ വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം അവരാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ കിങ്ഡം പിടിച്ചെടുത്തത്. അപ്പൊ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്രുൽ ഖൈസ് ശ്രമിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 2014 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അഷ്ശായിറുൽ ജാഹിലി ഇൻഅമസ ഫിൽ ലഹ്വ് വശുർബുൽ ഖംർ വജദ വറാഅൽ മാൽ. അതായത് ജാഹിലിയ കവി അദ്ദേഹം ലഹ്വിൽ മുഴുകിയിട്ടുണ്ട്, വിനോദങ്ങളിൽ മുഴുകിയ, മദ്യപിക്കുന്ന, പണത്തിന് പുറകെ പോകുന്ന ആളാരാണെന്നുള്ളത് ചോദിച്ചു. അൻതറ, അൽഷൽ അക്ബർ, അമ്രുബിൻ കുൽസും, ഇമ്രുൽ ഖൈസ്. അത് നമുക്കറിയാം ഇമ്രുൽ ഖൈസ് ആണ് ലഹ്വിൽ ഏറ്റവും ഷെയറുൽ ജാഹിലിയിൽ പേര് കേട്ടിട്ടുള്ള ആള്. ഓക്കെ, ലഹുവ് പ്ലസ് ഷുർബുൽ ഖംർ, അതിൽ രണ്ടും അദ്ദേഹം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. നെക്സ്റ്റ്, ഇൽതഖ ഇമ്രുൽ ഖൈസ് ഹബീബത്തുഹു ഒനൈസ. ഇമ്രുൽ ഖൈസ് തൻ്റെ കാമുകി ഒനൈസയെ കണ്ടുമുട്ടിയിട്ടുള്ളത് ബുഹൈറത്തു അഹൂൽ, ദാറത്തു ജുൽജുൽ, വാദി ഹൗമൽ, ദാർ ഫുൽഫുൽ. ഏതാണ് ദാറത്തു ജുൽജുൽ അല്ലേ? ദാറത്തു ജുൽജുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തുറാത്തു മാ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ യൗമുൽ അദീറിലാണ് അവർ കാണുന്നത്. ഇവിടെ കണ്ടോ, നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നത് ദാർ ഫുൽഫുൽ. കറക്റ്റ് വായിക്കാത്തവർക്ക് ജുൽജുൽ ആണോ ഫുൽഫുൽ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ്, കാനത്ത് ഒനൈസ ഖരീബ ലി ഇമ്രുൽ ഖൈസ്. ഒനൈസ എന്താണ്? ഇമ്രുൽ ഖൈസിന്റെ ബന്ധുവാണ് അല്ലെ, ഖരീബത്താണ്. മിൻ, എങ്ങനെയാണ് അവരെ കുടുംബബന്ധം വരുന്നത്? അമ്മത്തുഹു മിനൽ അബ്, പിതാവിൽ നിന്ന് പിതൃവ്യ. ഖാലത്തുഹു മിനൽ ഉമ്മ, മാതാവിന്റെ സൈഡിൽ നിന്നുള്ള അമ്മായി ഒക്കെ പറയുന്ന ആൻറ്റി, അവരുടെ ഒക്കെ ഉള്ള ബന്ധം. ഖാലുഹു മിനൽ ഉമ്മ, മാതാവിന്റെ സഹോദരന്റെ ആ ഒരു ബന്ധം. അമ്മുഹു മിനൽ അബ്, പിതൃവ്യന്റെ ആ ഒരു വകയിലുള്ള അമ്മിൽ നിന്നുള്ള ബന്ധം. എങ്ങനെയാണ്? ഇബ്നത്തു അമ്മാണ് അല്ലെ. അതിനെ തിരിച്ചിട്ടിട്ട് ചോദിച്ചാൽ കണ്ടോ, നമ്മളുടെ എല്ലാ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒരുവിധം നോക്കുകയാണെങ്കിലും ഒനൈസ അവരുടെ ഇബ്നത്തു അമ്മാണ് എന്നാണ് കാണുക. പക്ഷെ അതിനൊന്നും കൂടെ ഒന്ന് വളഞ്ഞിട്ട് റിലേഷൻ ചോദിച്ചാണ്. അപ്പൊ നമുക്കറിയാം അമ്മുഹു മിനൽ അബ്, പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള അമ്മിൽ നിന്ന്, പിതാവിന്റെ പരമ്പരയിൽ നിന്നുള്ള പിതൃവ്യനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ്, ഷായിറുൻ അതേസമയം
അംറുബിന് ഹിന്ദ് എന്താണ് ഇബ്നത്തു അതായത് അമ്മത്തുഹു മിനൽ അബ്. ഇതാരാണ്? ഇത് ആരാണ്? നേരത്തെ പറഞ്ഞു അംറുബിന് ഹിന്ദ് പറഞ്ഞ രാജാവ് ഇമ്രുൽ ഖൈസിന്റെ അമ്മത്തുഹു മിനൽ അബ്, ആ ഒരു ബന്ധാണ് വരിക. അതായത് അമ്മ എന്ന് ഉച്ചരിക്കുന്നത് പിതൃവ്യന്റെ സഹോദരന്മാരെയും എന്താണ് സഹോദരിയെയൊക്കെ, പിതൃവ്യന്റെ സഹോദരനെയും സഹോദരിയെ പറയുന്ന അമ്മത്ത് എന്നാണ്. അതേസമയം മാതാവിന്റെ സഹോദരനെയും സഹോദരിയൊക്കെ പറയാം ഖാല് ഖാലത്ത് എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഷായിറുൻ ജാഹിലി കതബ മുഅല്ലഖതുഹു ഫിൽ ബഹ്രി ത്വവീൽ. ആ ടേബിള് പഠിച്ച ആൾക്ക് സിമ്പിൾ ആയിട്ട് ആക്കാൻ പറ്റും. ബഹ്റു ത്വവീലിൽ എഴുതിയിട്ടുള്ളത് ആരാണ്? ഓക്കെ, ഇമ്രുൽ ഖൈസ് ആണ് ബഹ്റു ത്വവീലിൽ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ളവരതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്റ അൽ അശ്ആറു താലിയ വ അജിബ് അനിൽ അസ്ഇല ഫീ മൈലി. താഴെത്തന്ന കവിത വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതാനാണ്. 2013 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ترى بعر الأرآم في عرصاتها وقيعانها كأنه حب فلفل إذا قامتا طلع المسك منهما نسيم الصبا جاءت بري القرنفل. ഈ വരി പഠിച്ചില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അവിടെ എന്താണ് അർസ്വാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സാഹത്ത് അല്ലെ, മുറ്റം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താണ് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മൻ ഖാല ഹാദിഹിൽ അശ്ആർ. ഈ വരികൾ പറഞ്ഞതാരാണ്? നബിയാത്തു ദുബിയാനി, ലബീദ് ബിനു റബിയ, ഇമ്രുൽ ഖൈസ്, അംർ ബിനു കുൽസൂം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുമ്പ് ഈ വരി പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതാന്ന് അറിയാം. പക്ഷേ പല അബിയാത്തുകളും വരുമ്പോൾ നമുക്കറിയില്ല അത് ആരുതാണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ആകുമ്പം ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാം, ചിലപ്പോൾ റെഡി ആയി കിട്ടും. കാരണം മുഅല്ലഖയിൽ നിന്നാണെങ്കിൽ നമ്മൾ റെഡി ഇതാകും. ഒരാൾക്ക് മുഅല്ലഖക്ക് പുറമെ ഒരുപാട് ഖസീദകൾ ഉണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞു ഇമ്രുൽ ഖൈസിന്റെ ദീവാനിൽ 25 ഖസീദ ഉണ്ട്. അതിൽ 1 മുഅല്ലഖ, ബാക്കി 24 അപ്പൊ അതിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ മുഅല്ലഖയിൽ നിന്നാണ് മെജോറിറ്റി ക്വസ്റ്റ്യനും വരാനൊരു 90% സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. എന്ത് നോക്കിയാൽ മതി? നേരത്തെ ടാബിൾ ഓർമ്മിച്ചാൽ മതി. ഇവിടെ എന്താണ് ലാസ്റ്റ്? ലാമിയാണ്, ഫുൽഫിൽ അല്ലെ, ഹബ്ബ ഫുൽഫിൽ ഖറൻഫൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലാമിയയിൽ അവസാനിക്കുന്നത് ആരാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൽ ഇമ്രുൽ ഖൈസ് ആണ് ലാമിയയിൽ അവസാനിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവര് വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെയൊക്കെ ആൻസറുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ മനില്ലദി യുത്ലഖു അലൈഹി ദുൽഖുറൂഹ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദുൽഖുറൂഹ് എന്ന് വിളിക്കുന്നത് ആരാണ്? മുറിവുള്ളവൻ അല്ലെ, നേരത്തെ പറഞ്ഞതാണ് ഇമ്രുൽ ഖൈസ്. ദെൻ ഫി ഐ ബഹരിൻ നളമ ഇമ്രുൽ ഖൈസ് മുഅല്ലഖ. മുഅല്ലഖ രചിച്ചത് ഏത് ബഹറിൽ നിന്നാണ്? 2012 ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, നേരത്തെ പറഞ്ഞാണ് തൊവീല്. യുഅ്തബർ അശ്ആർ അശ്ശുഅറ മിനൽ അസ്റിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ അശ്ആർ അശ്ശുഅറ ഏറ്റവും കവിതാ പ്രാവീണ്യമുള്ള കവി ഏതാണ്? 2011 ചോദിച്ചാണ്. സുഹൈർ ബിൻ അബി സൽമ, ലാഷ, അൻതറ, ഇമ്രുൽ ഖൈസ് എല്ലാവരും ജാഹിലിയ കവിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഇമ്രുൽ ഖൈസ് ആണ്. എല്ലാവരും ജാഹിലി ആണെങ്കിൽ ഇമ്രുൽ ഖൈസ് ആണ് ഇതാക്കേണ്ടത്. ഇനി ചിലപ്പോൾ എന്താണ് ഇമ്രുൽ ഖൈസിനെ തരാതെ ചിലപ്പോൾ അൻതറനെ മാത്രം തന്നിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള എന്താണ് ഉമവിയിലെയും അബ്ബാസിയിലൊക്കെ കവികളെ തന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അൻതറയെ എന്ത് ചെയ്യാം അവിടെ നോക്കിയെടുക്കാൻ പറ്റും. അഹറക മിന്നി അന്ന ഹബ്ബക ഖാതിലി വ അന്നക മഹ്മാ തഅമുരി അൽ ഖൽബ്. ഓക്കെ, ഇത് യഫ്അലു ഖാലഹു. ഇത് ഒരു ബൈത്താണ്. ഈ ബൈത്ത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇമ്രുൽ ഖൈസ് തൻ്റെ ആഷിഖത്തിനെ കുറിച്ചിട്ട് എൻ്റെ ഖൽബ് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റഡ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ പല വശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് PYQ നോക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകരുത്. കുറേ ഐഡിയാസ് നിങ്ങൾക്ക് PYQയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതാരാ പറഞ്ഞത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇമ്രുൽ ഖൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ബുദിഅ അശ്ശഅർ ബിമലിക്കിൻ വഖുത്തിമ ബിമലിക്കിൻ ഖാലഹു സാഹിബ് ഇബ്നു ഉബ്ബാദ് ഫി. അതായത് ഒരു കവിത ബുദിഅ അശ്ശഅർ കവിത തുടങ്ങുന്നത് ബിമലിക്കിൻ ഒരു രാജാവിനെ കൊണ്ടാണ്. വഖുത്തിമ ബിമലിക്കിൻ ഒരു രാജാവിനെ കൊണ്ട് കവിത അവസാനിക്കുകയും ചെയ്തു എന്ന് അസ്വാഹിബ് ഇബ്നു ഉബ്ബാദ് അബ്ബാസി കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ്, അദീബാണ്. സാഹിബ് ഇബ്നു ഉബ്ബാദ് ആരെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇമ്രുൽ ഖൈസ് വ അബൂ ഫിറാസ്, ഇമ്രുൽ ഖൈസ് വ അബ്ദുറഹ്മാൻ ദാഖിൽ, അബൂ ഫിറാസ് വ അബൂ നുവാസ്, അബൂ നുവാസ് വ ഇബ്നു ഹാനി.
നമുക്കറിയാം ഇമ്രുൽ ഖൈസിനെ കുറിച്ചിട്ടും അബൂ ഫിറാസ് രണ്ടു പേരും കവികളാണ്. ഇമ്രുൽ ഖൈസ് ജാഹിലിയ കാലഘട്ടത്തിലെ കവിയാണ്. അബൂ ഫിറാസ് അൽ ഹംദാനി നമ്മുടെ ഉന്തുലുസി കാലഘട്ടത്തിലുള്ള കവിയാണ്. സാഹിബ് ഇബ്നു അബ്ബാദ് പറയാണ് ബുദി അശ്ശഅർ ബി മലിക്കിൻ, ഒരു രാജാവിനെ കൊണ്ട് കവിത തുടങ്ങി, വഖുത്തിമ ബി മലിക്കിൻ, ഒരു രാജാവിനെ കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്തു. ഇവിടെ അദ്ദേഹം എന്താണ്, രാജാവ്, മലിക്ക് എന്നാണ് രണ്ടു പേരെയും അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട്? നമുക്കറിയാം ഇമ്രുൽ ഖൈസ് ഒരു രാജാവിന്റെ മകനാണ്, രാജാവ് ആവേണ്ട ആളാണ് ഇമ്രുൽ ഖൈസ്. അതുപോലെ അബൂ ഫിറാസ് നമ്മുടെ സൈഫുദ്ദൗല അൽ ഹംദാനിയൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ എന്താണ് പിന്നെ കുടുംബത്തിൽ വരുന്ന ആളാണ് അബൂ ഫിറാസ്. ആ രാജകുടുംബത്തിലുള്ള ആൾ തന്നെയാണ് അബൂ ഫിറാസ് അൽ ഹംദാനി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലിക്ക് എന്ന് പറയുന്നത് രണ്ടുപേരെയും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ് ഈ കോട്ടിങ്, അത് ആരൊക്കെ കുറിച്ചിട്ടാണ്, പ്ലസ് ഇത് ആര് പറഞ്ഞതാണ്, കൃത്യമായി ഓർത്തു വെക്കണം. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാം. നെക്സ്റ്റ്, ഷായിറുൻ ജാഹിലി, ഒരു ജാഹിലിയ കവി. വുലിദ ഫി നജ്ദ്, അദ്ദേഹം എന്താണ്, നജ്ദിലാണ് ജനിക്കുന്നത്. വതൂഫിയ ഫി അൻഖറ, റോമിലെ അൻഖറയിലാണ് മരണപ്പെടുന്നത്. അപ്പൊ തന്നെ നമുക്ക് എന്തായി ഐഡിയ കിട്ടിയില്ലേ. സാഹിബു അൽ മുഅല്ലഖത്തുൽ ഊല, പ്ലസ് അദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്താ പറയുന്നത്, ആദ്യത്തെ മുഅല്ലഖയുടെ ആളാണ്. ആ മുഅല്ലഖയുടെ വരി കൊടുത്തു, ഖൈഫ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വമൻസിലി ബിസഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് ആരാണ് എന്നാണ് നമുക്കറിയാം, ഇമ്രുൽ ഖൈസ് ആണ്. അപ്പോൾ എന്താ ഈ മുഅല്ലഖയുടെ അർത്ഥം? ഖൈഫ, അതായത് ഇവര് എപ്പോഴും മുഅല്ലഖ സ്റ്റാർട്ട് ചെയ്യുന്നത് ബക അല ദിയാരി വൽ അത്ലാൽ, അല്ലെ, അവര് വീടുകളുടെയും അവശിഷ്ടങ്ങളുടെയും ഒക്കെ അവരുടെ കാമുകിയൊക്കെ നിന്ന അതിനൊക്കെ ഇങ്ങനെ കരഞ്ഞി പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുഅല്ലഖ അധികം ആളുകളും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം പറയാണ് ഖൈഫ, നീ നിൽക്കുക. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉള്ള പോലെ സങ്കല്പിച്ചുകൊണ്ട് പറയാണ്. അദ്ദേഹത്തിന്റെ എന്താണ് കാമുകിയുടെ ആ ഒരു പണ്ടിരുന്ന വീടിന്റെ സ്ഥലത്തെത്തിയിട്ട് അദ്ദേഹം പറയാണ് ഖൈഫ, നീ നിൽക്ക്. ഓ നബുക്കി, നമുക്കെന്താണ് കരയാം. മീൻ ദിക്റ ഹബീബി വമൻസിലി, എൻ്റെ പ്രിയതമയുടെ ഓർമ്മകളും അവളുടെ വീടിനൊക്കെ ഓർത്തിട്ട് നമുക്ക് ഇങ്ങനെ കരയാം. നീ പോവല്ല, അവിടെ നിൽക്ക്. ഒരു സാങ്കല്പിക കൂട്ടുകാരനുണ്ട് എന്നുള്ള ലെവലിൽ എഴുതാണ്. ബിസഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി, ദഖൂല് ഹൗമൽ എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങൾ, അതിന്റെ ഇടയിലാണ് ഈ കാമുകിയുടെ വീട് ഇരിക്കുന്നത്. ആ സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് കുറച്ച് കരഞ്ഞിട്ട് പോവാന്നൊക്കെ പറയുന്ന ഒരാശയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഷായിറുൻ കബീർ, വലിയൊരു കവി. ഖീല ഇന്നഹു, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവ്വലു മൻ വഖഫ അലൽ അത്ലാൽ വബക അല ദിയാർ വശബ്ബബ ബിന്നിസാ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഈ അവശിഷ്ടങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, അതിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുകയും വബക അല ദിയാർ, അവരുടെയൊക്കെ വീടൊക്കെ ഓർത്തിട്ട് കരയുകയും വശബ്ബബ ബിന്നിസാ, സ്ത്രീകളെ ശൃംഗരിക്കുക, തശ്ബീബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കവി ആരാണ്? ആദ്യമായിട്ട് കേട്ടോ, അവ്വലുമ്മൻ, ഇതിൽ തുടങ്ങിയിട്ടുള്ള ആള് ആരാണ്? ഇമ്രുൽ ഖൈസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് അമീർ ഷാറ ഫിന്നാർ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. അതിന്റെ കൂടെ പ്ലസ് ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പഠിച്ചു പോവാ. അവ്വലുമ്മൻ അല്ലഫ അൽ അമൂദ് ഷഅരി, അമൂദ് ഷഅരി ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. എന്താ അമൂദ് ഷഅരി എന്ന് പറഞ്ഞാല്, കവിത ഇവിടെ ഒരു വരി, ഇവിടെ ഒരു വരി, അടുത്തൊരു വരി, അടുത്ത ഖൈഫ നബിക്ക് മിൻ ദിക്റ ഹബീബി വമൻസിലി ബിസഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഇങ്ങനെ ഇങ്ങനെ ഒരു കോളം വൈസ് ആയിട്ട് ഇതൊരു കോളം ഇങ്ങനെ കോളം വൈസ് ആയിട്ട് കവിത എഴുതിയത് ആദ്യമായിട്ട് അങ്ങനെ രചിച്ചിട്ടുള്ളത് ഇമ്രുൽ ഖൈസ് ആണ്. അവ്വലുമൻ അല്ലഫ അൽ അമൂദ് ഷഅരി. നെക്സ്റ്റ്, മനിൽ ഖായിൽ ഫാത്തിമ മഹ്ലൻ ബഅദ ഹാദ തദല്ലുലി വഅൻ കുൻത അസ്മഅത സ്വറമി ഫജ്മലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരി ആരുടേതാണ്? ഇമ്രുൽ ഖൈസിന്റെ ആണ്. ഈ ഒരു വരി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ, ഇത് മുഴുവൻ കംപ്ലീറ്റ് പഠിക്കൊന്നും വേണ്ട. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, എപ്പോഴും ആ വരികളുമായിട്ടുള്ള ഏതെങ്കിലും കണക്റ്റിംഗ് വേർഡുകൾ, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന വേർഡുകൾ മാത്രം പഠിച്ചാൽ മതി. എന്നാൽ അത് നേരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇവിടെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ്, ഒനൈസയാണ്. ഒനൈസയെ അദ്ദേഹം ഫാത്തിമ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വരിയാണിത്. അപ്പൊ അതങ്ങനെ ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. മനിൽ ഖായിൽ ഖൈഫ നബിക്ക് മിൻ ദിക്റ പറയണ്ടല്ലോ, ഇമ്രുൽ ഖൈസ് ആണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ സ്റ്റാർട്ട് ചെയ്യുന്നത്.
നെക്സ്റ്റ് മൻ ഹുവൽ മലിക്കുൽ വലീൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സിമ്പിൾ ആണ്, ഇംറുൽ ഖൈസ് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് പോരുത്. ക്വസ്റ്റ്യൻ്റെ വർഷം ശ്രദ്ധിക്കണം. 2006, അതായത് NTA നെറ്റ് എക്സാം തുടങ്ങിയതിൻ്റെ 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം വന്ന, അതൊക്കെ സിമ്പിളാണ് അന്നത്തെ കാലത്തൊക്കെ എക്സാം. അത് അന്നത്തെ ഉള്ളവർക്ക് അത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മളുടെ എന്താണ് ഇപ്പോൾ കൂടുതൽ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും, നല്ല ഓർത്തെടുക്കാം. ദെൻ 2006 തന്നെ ചോദിച്ചാണ് മൻഖാന മിൻ ഷുഅറാ ഇൽ മുഅല്ലഖാത്ത് ഷൻഫറ അംറുബിന് മാദി യക്രിബ് തബത് ഷറ അൻതറ. ആരാണ്? അൻതറ ബിൻ ഷദ്ദാത്ത് അൽ അബ്സി മുഅല്ലഖാത്തിന്റെ കവിയിൽപ്പെട്ടതാണ്. ഷൻഫറ എന്താണ്? ഷൻഫറ എന്ന് പറഞ്ഞാൽ സ്വാലിക് ജാഹിലിയ കാലഘട്ടത്തിലെ കുറച്ച് കാട്ടുകള്ളന്മാരായിട്ടുള്ള കവികൾ ഉണ്ടായിരുന്നു. തബത് ഷറ, ഷൻഫറ ഒക്കെ പോലുള്ളവര് അദ്ദേഹം അതിൽ പെടുന്നതാണ്. ദെൻ അംറുബിന് മാദി യക്രിബ് എന്ന് പറയുന്നത് ഖതീബുൻ ജാഹിലിയ പ്രാസംഗികനാണ്. ദെൻ തബത് ഷറയും ഷൻഫറയും ഇപ്പൊ പറഞ്ഞു സ്വാലിക്കിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. നെക്സ്റ്റ് അംറുബിന് കുൽസൂം മിൻ ഷുഅറാഇ, സിമ്പിൾ അല്ലേ, അൽ അസ്റുൽ ജാഹിലിയിലെ കവിയാണ് അംറുബിന് കുൽസൂം. യുഅ്തബർ അഷ്ആറു ഷുഅറ മിനൽ അസ്റിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അഷ്ആറു ഷുഅറ ആരാണ്? ഇംറുൽ ഖൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. വളരെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് കാലത്തെ 2004, 5, 6 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതിൽ നിന്നും NTA എന്ന എക്സാം ഏറ്റെടുത്തപ്പോഴത്തേക്കും എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും വരുന്നത്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലേക്കും അതുപോലെ ഡയറക്റ്റ് നമ്മൾ അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ ഓർത്തോക്കണം. ഒരു യുവാവ് തൻ്റെ പിതാവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പോയി അദ്ദേഹത്തിന് ചുറ്റും കുറേ തെമ്മാടികൾ കൂടി അവരൊരു വെള്ളത്തിൻ്റെ ഇതിൽ നിന്ന് മറ്റൊരു വെള്ളത്തിലേക്ക് നടക്കുകയാണെന്നൊക്കെ പറയുന്ന അത്ര സൂചനകൾ മാത്രം ഒരാളെ കുറിച്ച്. അപ്പം നമ്മൾ അത്രക്കും അയാളുടെ വ്യക്തിപരമായിട്ടും സാഹിത്യപരമായിട്ടുള്ള കഴിവുകളെ ഇങ്ങനത്തതിനെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും അതിൽ നിന്ന് അവരെങ്ങനെയെന്നുള്ളത് ഓൾറൗണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ സൂചനകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കൂടുതൽ ക്വസ്റ്റ്യനുകളും സൂചനകളിലേക്ക് മാത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും എന്താണ് നല്ലൊരു എക്സാമിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രൻ ലക്കും ലിഹസ്നി ഇസ്തിമാഇക്കും.